ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമത്തിലൂടെ മനുഷ്യനെന്ന് എത്തി നിൽക്കുന്ന ഭൗതികതലം ഒരുപക്ഷെ ഭൂമിയിൽ മറ്റൊരു ജീവിക്കും താരതമ്യപ്പെടുത്താൻ പറ്റാത്ത അത്ര വ്യത്യസ്തമാണ്. ഇന്നവൻ തികച്ചും ഒരു സാമൂഹിക ജീവിയാണ്. ജീവിതത്തിൻ്റെ ഒട്ടുമിക്ക ഘട്ടങ്ങളിലും സാമൂഹികമായ ഒരു സ്വാധീനം നമുക്കിന്ന് കാണാം. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തുടങ്ങി ജോലിയിലും വിവാഹത്തിലും വരെ നമുക്ക് ഈ സ്വാധീനം കാണാൻ പറ്റും. സ്വാധീനം എന്നതിലുപരി അതൊരു കടന്നുകയറ്റം തന്നെയാണ് പലപ്പോഴും. വളരെ വ്യക്തിപരമായ വിവാഹം പോലുള്ള കാര്യങ്ങളിൽ പോലും ഇത് പ്രകടമാണ്. ഇവിടെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഈ സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ടീച്ചേഴ്സിനെ പാരൻസിനെയൊക്കെ ഇംപ്രസ് ചെയ്യണം. നന്നായി പഠിച്ചാൽ മാത്രം പോരാ, മേൽ പറഞ്ഞവരുടെ തെറ്റുകൾ പോലും ചൂണ്ടിക്കാണിക്കാത്ത വണ്ണം അനുസരണയുള്ളവരാവണം. ഈ വിധേയത്വം ചെറുപ്രായത്തിലെ ശീലിച്ചവർ പിന്നെങ്ങനെയാണ് സാമൂഹികമായ പ്രശ്നങ്ങളെ ചോദ്യം ചെയ്യുക? പതിയെ സ്വയം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പോലും പുറത്തു കടക്കാനാവാതെ പലരും ആ കടുത്ത തീരുമാനത്തിലേക്ക് എത്തും. സമകാലിക വാർത്തകളിൽ നിന്ന് വിവാഹത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളും, എന്തിന് കൊലപാതകവും ആത്മഹത്യയും വരെ നമ്മൾ ദിവസേന കേൾക്കുന്നു. ഇതെല്ലാം ഭയത്തിനും ആശങ്കകൾക്കുമപ്പുറം ഒരുതരം മടുപ്പാണ് ഒട്ടുമിക്കവർക്കും സമ്മാനിക്കുന്നത്. വിവാഹിതരായവരും ഇനി വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരുമെല്ലാം ഒരുപക്ഷെ വിവാഹം ഇത്രയും കുഴപ്പം പിടിച്ച ഒന്നാണോ എന്ന് ചിന്തിച്ചേക്കാം. ഇങ്ങനെ ചിന്തിക്കുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റാത്ത വിധം ഇത്തരം വാർത്തകൾ ദിനംപ്രതി വന്നുകൊണ്ടേയിരിക്കുന്നു. പുതിയ തലമുറയ്ക്ക് വിവാഹത്തോട് തന്നെ അകൽച്ച തോന്നാനും ഇത്തരം കാര്യങ്ങളും ഒരു പരിധിവരെ കാരണമാകാറുണ്ട്. ഇന്ന് പ്രകടമായി കാണുന്ന മാറ്റങ്ങൾ പെട്ടെന്നുണ്ടായ ഒന്നല്ല. അതിന് മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തോളം തന്നെ പഴക്കമുണ്ട്. പണ്ട് കാലങ്ങളിൽ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ പല ജാതികളെ പിരിഞ്ഞു. ഒരേ തൊഴിൽ ചെയ്തു പോകുന്നവർ തമ്മിൽ മാത്രം വിവാഹം നടന്നിരുന്ന കാലഘട്ടം. സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ സജീവമല്ലാതിരുന്നത് കൊണ്ട് തന്നെ അവർ കണ്ടു ശീലിച്ച സ്വന്തം കുടുംബത്തിൻ്റെ തൊഴിൽ, അല്ലെങ്കിൽ കുടുംബത്തിലെ ആണുങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, ഈ ജോലിയാകുമ്പോൾ സ്ത്രീക്കും പുരുഷനും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഒരു കുടുംബജീവിതം നയിക്കാം എന്നായിരുന്നു അന്നത്തെ ചിന്താഗതി. ഇന്നത്തെ പോലൊരു നിയമവ്യവസ്ഥയോ മനുഷ്യൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരോ അല്ലാത്ത ഒരു സമൂഹം, ഒരു കാലഘട്ടമായിരുന്നു അത്. അന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ തൊഴിലിൻ്റെ അഥവാ ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം വിവാഹം നടന്നിരുന്നത് അന്നത്തെ നിലനിൽപ്പിൻ്റെ ഭാഗം കൂടിയായിരിക്കാം. പക്ഷേ കാര്യങ്ങൾ ക്രമേണ മാറി തുടങ്ങി. യന്ത്രങ്ങളുടെ കടന്നുവരവ് പല പരമ്പരാഗത തൊഴിലുകളെയും ഇല്ലാതാക്കി. അന്നോളം ഒരേ തൊഴിൽ ചെയ്തു പോന്നിരുന്ന വിഭാഗക്കാർ പല തൊഴിൽ മേഖലകളിലേക്കായി മാറേണ്ടി വന്നു. പക്ഷെ സ്ത്രീകൾക്ക് അപ്പോഴും പറയത്തക്ക മാറ്റമൊന്നും ഉണ്ടായില്ല. അവർ വീട്ടുകാര്യങ്ങൾ നോക്കി, കുട്ടികളെ വളർത്തി, മറ്റുള്ളവരെയും പരിചരിച്ചു പോന്നു. സ്വാഭാവികമായും പെൺകുട്ടി തൊഴിൽ രഹിതയായതിനാൽ തന്നെ അവരുടെ രക്ഷിതാക്കൾ അവൾക്കായി പണമോ സ്വർണമോ ഒക്കെ സ്വരൂപിക്കാൻ തുടങ്ങി. ഇത് പെൺകുട്ടിക്ക് അവകാശപ്പെട്ടതാണ് എന്നതാണ് വെപ്പ്. പക്ഷേ ഇത് ഭർത്താവിനും അയാളുടെ വീട്ടുകാർക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്നത് പരസ്യമായ ഒരു രഹസ്യമാണ്. ഇത്തരത്തിൽ ഭാവിയിൽ തൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരാവുന്ന ഒരു പുരുഷന് വേണ്ടി ആയുഷ്കാല സമ്പാദ്യം നീക്കിവെക്കുന്നതും മറ്റൊരു പുരുഷൻ തന്നെയാണെന്നതാണ് മറ്റൊരു വിരോധാഭാസം. പലപ്പോഴും ഈ ഒരു സ്ഥാനത്ത് പെണ്ണിൻ്റെ അച്ഛനോ സഹോദരനോ ഒക്കെയാകും ഉണ്ടാവുന്നത്. പെൺകുട്ടിയെ കല്യാണം കഴിച്ചയക്കുമ്പോൾ തങ്ങളുടെ മകൾ സ്വയം പര്യാപ്തയാണോ എന്നതിനേക്കാൾ മകളുടെ ഭർത്താവായി വരുന്ന ആളുടെ ആസ്തി അളക്കുന്നതിനാണ് പല മാതാപിതാക്കൾക്കും തിടുക്കം. ചെറുക്കൻ്റെ ജോലിയും സാമ്പത്തിക സ്ഥിതിയും എത്രത്തോളം ഉയർന്നതെന്ന് തോന്നുന്നുവോ സ്ത്രീധനം അത്രത്തോളം കൂടും എന്നതാണ് നാട്ടുനടപ്പ്. സ്വഭാവ ഗുണത്തേക്കാൾ സർക്കാർ ജോലിയും ഉയർന്ന സാമ്പത്തിക സ്ഥിതിയും ഉണ്ടെങ്കിൽ പിന്നൊന്നും നോക്കാനില്ല, എല്ലാം സെറ്റ്. ഇനി പെൺകുട്ടിക്ക് ജോലിയില്ലെങ്കിലോ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ അതിപ്പോൾ കല്യാണം കഴിഞ്ഞും പഠിക്കാമല്ലോ എന്ന ബന്ധുക്കളുടെ ഡയലോഗിൽ പെണ്ണും വീട്ടുകാരും ഫ്ലാറ്റ്. മാതാപിതാക്കളുടെ കാഴ്ചപ്പാടിൽ ഇങ്ങനെ ഇല്ലാത്ത പണം ലോണെടുത്തും കടം വാങ്ങിയും കല്യാണം നടത്തിയ ശേഷം കൈമലർത്തിയിരിക്കുന്ന സുഖം വേറൊന്നിനുമില്ല. നാട്ടുകാരെ കാണിക്കണം, എല്ലാവരെയും അറിയിക്കണം. അയാളുടെ മോളുടെ കല്യാണത്തിന് ഞാൻ 1000 കൊടുത്തതാണ്, അപ്പോൾ ഞാൻ 2000 പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. ഇത്തരത്തിൽ സമ്പൂർണമായൊരു വാണിജ്യ വിപണി, അതാണ് നമ്മുടെ സംസ്കാരം. ഈ ധൂർത്തിനെയും കൈവിട്ട കളിയെയും ചോദ്യം ചെയ്യുമ്പോൾ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും എതിരാണെന്ന് മുദ്രകുത്തി നമ്മുടെ വായടപ്പിച്ചാൽ പിന്നെ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായി. ഈ വിവാഹം നടത്തി പൊടിച്ചു കളയുന്ന പണത്തിൻ്റെ 1/3 ഭാഗം പോലും മക്കൾ പഠനത്തിനോ ബിസിനസ്സിനോ മറ്റോ ചോദിച്ചാൽ അതൊരിക്കലും കിട്ടില്ല. ഇനി കല്യാണം നടത്തി 2 പേർക്കും ഒത്തുപോകാൻ പറ്റില്ലെങ്കിലോ അവിടെയാണ് ബന്ധുക്കളുടെ പവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇത്രയും പണം മുടക്കി നാട്ടുകാരെ എല്ലാം വിളിച്ചുകൂട്ടി നടത്തിയ കല്യാണമല്ലേ? ഇത്ര പെട്ടെന്ന് ബന്ധം വേർപിരിഞ്ഞാൽ എല്ലാവരും എന്തു കരുതും? ജീവിതത്തിൽ ചില അഡ്ജസ്റ്റ്മെൻ്റൊക്കെ വേണ്ടേ എന്ന ഒരൊറ്റ ഡയലോഗിൽ എല്ലാം ശുഭം. ഇനി എങ്ങാനും സഹികെട്ട് ദമ്പതികളിൽ ഒരാൾ ജീവനൊടുക്കിയാൽ അപ്പോൾ തുടങ്ങും കേസും ബഹളവും കണ്ണീരും നിലവിളിയും.
പിന്നെ ആകെ ബഹളം. അതുവരെ രണ്ടു കൂട്ടരെയും ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ ഒരു കൂട്ടം തന്നെ ഇവർക്ക് ചുറ്റുമുണ്ടാകും. രണ്ടിലൊരാൾ തീരുമാനമായാൽ ശുഭം. യഥാർത്ഥത്തിൽ സഹിക്കാൻ കഴിയാത്തത്ര പ്രശ്നങ്ങൾ വീട്ടുകാരെ അറിയിച്ചാലും എല്ലാം സഹിച്ച് അവിടെ തന്നെ തുടരാൻ ഉപദേശിക്കുന്ന വീട്ടുകാർക്ക് കൊടുക്കണം ഒരു ഓസ്കാർ. ഭാര്യയ്ക്ക് നിറമില്ല, സ്ത്രീധനം പോരാ, ഭർത്താവിന് കൊറിയക്കാരൻ്റെ ലുക്കില്ല എന്നൊക്കെ പറഞ്ഞ് പങ്കാളിയെ ഉപദ്രവിക്കുന്ന വാർത്തകൾ നമ്മൾ സമീപകാലത്ത് കേട്ടവയാണ്. ഇത്തരത്തിൽ ബാലാരിഷ്ടത വിട്ടുമാറാത്ത ഇവരൊക്കെ എന്തിനാണോ വിവാഹം കഴിച്ചതെന്ന് ദൈവത്തിനറിയാം. ഇനി ഇവരെയൊക്കെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചതാണെങ്കിൽ അതിന് കാരണക്കാരായ പാരൻസിനും ബന്ധുക്കൾക്കും വേണം രണ്ടെണ്ണം കൊടുക്കാൻ. പക്ഷേ നമുക്കൊരിക്കലും അവരെ വിമർശിക്കാനാവില്ല. എന്തെന്നാൽ ഞങ്ങൾ കാരണവന്മാരുടെ തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റാറില്ല എന്നതാണ് ഇവരുടെ നിലപാട്. ഇനി ഇങ്ങനെ നിർബന്ധിച്ച് ഒരു കല്യാണം കഴിപ്പിച്ച് ദമ്പതികളിൽ ഒരാൾ മറ്റൊരു ബന്ധത്തിലേക്ക് പോയാലോ, അതിനുമുണ്ട് നല്ലൊരു ഉത്തരം. അത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കഴിവുകേടാണ്. ശുഭം. ഈ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് എരുതിയിൽ നിൽക്കുന്നവനെ വറചട്ടിയിലേക്ക് എടുത്തെറിയുന്നതോടെ എല്ലാത്തിനും ഒരു തീരുമാനമായി. നമ്മുടെ രാജ്യം പുലർന്നു പോകുന്നത് ഒരു മതഗ്രന്ഥത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ലെന്നും ലോകോത്തരമായൊരു വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണെന്നും ഇവരൊക്കെ എന്നെങ്കിലും മനസ്സിലാക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. വിവാഹം തികച്ചും വ്യക്തിപരമായ ഒന്നാണ്. സാമൂഹിക സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒരുപാട് കല്യാണ സദ്യ ഉണ്ടതിൻ്റെ പരിചയത്തിലോ ഒരിക്കലും ഒരു വിവാഹത്തെ സമീപിക്കരുത്. തനിക്ക് ഒരു പങ്കാളി വേണം എന്ന് അവനവന് തോന്നുന്നെങ്കിൽ മാത്രം അതിലേക്ക് കടക്കുക. അല്ലാത്ത പക്ഷം നമ്മുടെ ജീവിതം മാത്രമല്ല, മറ്റൊരു വ്യക്തിയുടെ ജീവിതം കൂടെയാണ് കീഴ്മേൽ മറിയുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?